ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 42 അധ്യായം. കുബ്ജാസുരൂപദാനം. ശ്രീശുകൻ പറഞ്ഞു, നടക്കവേ വീതിയിലൂടെ മാധവൻ കയ്യിൽ കുറുക്കൂട്ടുകളാർന്ന സുന്ദരി വരുന്ന കാണായുടൻ ഉത്സ്മിതത്തോടെ ചോദിച്ചിതാ കൂനിയൊടായി രസപ്രദൻ, വരൂരു നീയാര്, ഇതെവന്നു നൽകുവാൻ നീ കൊണ്ടുപോന്നു, വിവരിക്കുകങ്ങനെ ഞങ്ങൾക്കു നൽകൂ കളഭം, നിനക്കുടൻ വരാതിരിക്കില്ല അഭിവൃദ്ധി നിശ്ചയം. സൈരന്ധ്രി പറഞ്ഞു, ത്രിവക്ര ഞാൻ സുന്ദര ദാസിയാണു ഞാൻ, നൽകും കുറിക്കൂട്ടുകൾ കംസസമ്മതം, അതിപ്രിയം ഭോജപതിക്കതിൽ ശരിക്കിതാധരിക്കേണ്ടതു നിങ്ങളെന്നിയേ. രൂപം യുവത്വം മാധുര്യം മൊഴി പുഞ്ചിരി വീക്ഷണം ഇവയാൽ മുഗ്ധയായി നൽകി രണ്ടാൾക്കും ഗന്ധലേപനം. സ്വശരീരങ്ങൾ തൻ വർണ്ണം അധികം ഹൃദ്യമാം പടി കളഭപ്രഭയാൽ രണ്ടുപേരും ശോഭിച്ചു കൂടുതൽ. തൃപ്തനോർത്തു സുമുഖിയാം മുമ്മടക്കുള്ള കൂനിയെ നിവർത്താൻ ഭഗവാൻ കണ്ടാൽ മതിയല്ലോ ഫലം തരാൻ. കാൽകളാൽ കാൽത്തുമ്പുകളിൽ അമർത്തി വിരൽ രണ്ടിനാൽ താടിപൊക്കി ശരീരത്തെ നിവർത്തി പിന്നയച്യുതൻ നിവർന്നു വടിവത്തോളാ ബൃഹൽ ശ്രോണി പയോധര പ്രമദോത്തമയായി തീർന്നു മുകുന്ദ സ്പർശനാലുടൻ. അപ്പോൾ കേശവനോടോതി രൂപൗദാര്യ ഗുണാന്വിത ഉത്തരീയത്തുമ്പു പിടിച്ചുള്ളലിഞ്ഞുൽസ്മിതത്തോടെ, വരൂ വീര ഭവാനെന്നെ ഗൃഹം പൂകാനശക്ത ഞാൻ, പ്രസാദിച്ചാലുമെൻ ചിത്തം മഥിച്ച പുരുഷർഷഭ. അവൾ ഇങ്ങനെ യാചിക്കേ ജ്യേഷ്ഠനെ കൂട്ടുകാരെയും നിരീക്ഷിച്ചു ചിരിച്ചോതി കൃഷ്ണനാ സ്ത്രീയോടിങ്ങനെ, വന്ന കാര്യം കഴിഞ്ഞാൽ ഞാൻ വരാം നിൻ വീട്ടിലോമനെ. വീടില്ല പാന്ധർ ഞങ്ങൾക്ക് അതാധിപോക്കിടുമാശ്രയം. പഞ്ചാരവാക്കാൽ അവളെ പിരിഞ്ഞു തെരുവീതിയിൽ ചരിക്കെ അർപ്പിച്ചു മാല്യതാമ്പൂലാതി വണിക്കുകൾ. അറിഞ്ഞില്ലവനെ കണ്ടു കാമം വർദ്ധിച്ച നാരിമാർ, അഴിഞ്ഞു വളവസ്ത്രം ചായലെന്നാലേഖ്യമൂർത്തികൾ. അപ്പോൾ അച്യുതനാരാഞ്ഞു പൗരരോടെങ്ങു വിൽപ്പുര ചെന്നു കണ്ടാനതിന്ദ്രൻ്റെ വില്ലെന്നപടി സാത്ഭുതം. യാഗശാലയിൽ മന്ത്രത്താൽ പൂജയ്ക്ക് കാവലാളുകൾ തടഞ്ഞിട്ടും ചെന്നെടുത്തു കൃഷ്ണൻ ദിവ്യധനുസ്സിനെ. ഇടത്തു കയ്യാൽ കളിയായെടുത്തു ഞാൻ മുറുക്കവേ കാണികൾ അമ്പരക്കവേ, വലിച്ചു മധ്യത്തിൽ മുറിച്ചു തുമ്പിയാൽ ഗജം കരിമ്പെന്ന കണക്ക് ഉരുക്രമൻ. മുറിഞ്ഞ വില്ലിൻ ശബ്ദത്താൽ ആകാശം ഭൂമി ദിക്കുകൾ വിണ്ണും സമ്പൂർണമായപ്പോൾ കിടിലം കൊണ്ടു കംസനും കാവൽക്കാരാശ്രിതന്മാരും കോപിച്ചു കൊലയാളികൾ. പിടിക്കുവിൻ കെട്ടുവിനെന്നാർത്തു നിൽപ്പായി ചുറ്റിലും. അവർ തൻ ദുർവിചാരം കണ്ടറിഞ്ഞ ബലകേശവർ ചൊടിച്ചു വിൽത്തുണ്ടെടുത്തിട്ടടിച്ചാരവരെ ദ്രുതം. കംസന്റെ ഭടരെ കൂടി കൊന്നിട്ട ശാല വിട്ടവർ സമൃദ്ധനഗരം കണ്ടു രസിച്ചും കൊണ്ടുലാത്തിനാർ. വീരരാം അവർ തൻ തേജോരൂപം അത്ഭുത വിക്രമം കേട്ടറിഞ്ഞ് ഈശ്വരന്മാരെന്നൂഹിച്ചു പുരവാസികൾ. ഇഷ്ടം പോലവർ നീങ്ങുമ്പോൾ പകലോനസ്തമിക്കവേ വണ്ടിപ്പേട്ടയിലെത്തി ഗോപന്മാരും രാമകൃഷ്ണരും. സേവിച്ച മറ്റു മഹനീയരെ വിട്ടു ലക്ഷ്മിയാരെ കൊതിച്ചു പുരുഷോത്തമനാമവങ്കൽ ഗോപീജനങ്ങൾ അവനെ പിരിയുമ്പോൾ ഓർത്ത പോലെ ഭ്രമിച്ചു മധുരാപുര നാരിമാരും. കംസേച്ഛകളറിഞ്ഞിട്ടും താവളം പൂകിയിട്ടവർ പാദങ്ങൾ കഴുകി പാൽച്ചോറുണ്ടുറങ്ങി സുഖത്തോടെ. കംസനാട്ടെ ധനുർഭംഗം രാമകൃഷ്ണ പരാക്രമം കാവൽക്കാർ ഭടരും കൊല്ലപ്പെട്ടതും കേട്ടവേളയിൽ ദുർനിമിത്തങ്ങളാൽ പേടിച്ചുറങ്ങാതായി ദുർമതി. ഉറങ്ങിയാലോ ദുസ്വപ്നം രണ്ടും അന്ധകദൂതരോ. ഉടലുണ്ടെങ്കിലും കണ്ണാടിയിൽ കാൺമീല തൻ തല, സൂര്യചന്ദ്രാദിപ്രകാശം രണ്ടായി കാൺമതെന്തവൻ. നിഴലിൽ തുള കാണുന്നു കേൾപ്പീല പ്രാണഘോഷണം. സ്വർണമായി കാൺമു വൃക്ഷങ്ങൾ കാൺമീല തൻ്റെ കാലടി. സ്വപ്നങ്ങളിൽ പ്രേതാശ്ലേഷം ഖരയാത്ര വിശാസനം. ജപാമാലിത്വം നടത്വം അഭ്യംഗക്കുളി നഗ്നത. വേറെയും പലതിമ്മട്ടിൽ സ്വപ്നത്തിലും ഉണർവിലും കാൺകയാൽ കിടിലം കൊണ്ടു നിർനിദ്രൻ മൃത്യുചിന്തയാൽ. കൗരവ്യരാവറുതിയിൽ സൂര്യൻ നീറ്റിലുദിക്കവേ കംസൻ പ്രഖ്യാപനം ചെയ്തു മല്ലക്രീഡാ മഹോത്സവം. രാവറുതിയിൽ സൂര്യൻ നീറ്റിലുദിക്കവേ കംസൻ പ്രഖ്യാപനം ചെയ്തു മല്ലക്രീഡാ മഹോത്സവം. പൂജയ്ക്ക് ശേഷം മുഴങ്ങി വേദിയിൽ തൂര്യഭേരികൾ.
കൊടിപ്പട്ടും തോരണവും ചാർത്തി മഞ്ചത്തിലാളുകൾ. ബ്രഹ്മക്ഷത്രാദിമുഖ്യന്മാരിരുന്നു ജാനപാതരും സിംഹാസനാരൂഢരായി സസുഖം രാജ്യപാലരും. മന്ത്രിമാരാൽ നാടുവാഴികളാലും സുപരീതനായി ഇരുന്നു കംസനും. രാജമഞ്ചത്തിൽ ത്രസിതാശയൻ ആശാന്മാരൊത്തു ദൃപ്തന്മാർ മല്ലർ വേഷപ്പകിട്ടൊടെ എത്തവേ കയ്യടിക്കൊപ്പം ഉദ്ഘോഷിച്ചു പെരുമ്പറ. ചാണൂരൻ മുഷ്ടികൻ കൂടൻ ശലൻ തോശലൻ എന്നിവർ മല്ലരംഗത്തേക്കു വന്നു രമ്യവാദ്യപ്രസന്നരായി. ക്ഷണിക്കപ്പെട്ടു വന്നോരാം നന്ദൻ തൊട്ടുള്ള ഗോപരും കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിച്ചിട്ടിരുന്നാരൊരു വേദിയിൽ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.